ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ക്രിസ്തുമസിൻ്റെ സന്ദേശത്തെ നമ്മോട് പങ്കുവയ്ക്കട്ടെ. പ്രാർത്ഥനാപൂർവ്വം നമുക്കിത് സ്വീകരിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സന്ദേശം ഏറെ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് പൊതുവായി പറയപ്പെടുന്ന ചില വാക്കുകളാണ് ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ എന്നൊക്കെ. പക്ഷേ ഈ കാലഘട്ടത്തിലെ ക്രിസ്തുമസ് അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഈ വാക്കുകളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ എത്രമാത്രം ശാന്തിയുടേതാണ്, സമാധാനത്തിൻ്റെതാണ്, സന്തോഷത്തിൻ്റെതാണ് ഈ ക്രിസ്തുമസ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഡിസംബറും അതിനോട് ബന്ധപ്പെട്ട ദിവസങ്ങളിലും ഏറെ ദുരന്തങ്ങളും പ്രതിസന്ധികളും കേരളവും ഭാരതവും ലോകം മുഴുവനും അഭിമുഖീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 5-6 വർഷങ്ങൾക്ക് മുൻപ്
ക്രിസ്തുമസിനോട് ബന്ധപ്പെട്ട് സുനാമി എന്ന് പറയുന്ന വലിയൊരു പ്രകൃതി ദുരന്തം കടന്നു വന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരണത്തെ സ്വീകരിക്കേണ്ടി വന്നതായ അനുഭവം നമുക്കറിയാം. അതിനെ തുടർന്നുള്ള ഓരോ വർഷങ്ങളിലും വിവിധങ്ങളായ പ്രതിസന്ധികൾ ഭാരതവും ലോകവും നേരിടുന്നു. ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഈ വർഷത്തെ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട ദിനങ്ങളെ പരിശോധിക്കുമ്പോൾ ബോംബെയിലെ തീവ്രവാദി ആക്രമണം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ മരണങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളുമൊക്കെ വളരെ കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ തലങ്ങളിലും മാന്ദ്യം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബാങ്കുകൾ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറെ മാന്ദ്യത അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ വൻപിച്ച വിലക്കയറ്റം, അവശ്യ സാധനങ്ങൾ കിട്ടാതെ വരുന്ന അനുഭവം, ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ആഗോളതലത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വർഷം നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു അനുഭവമാണ്. ഈ ഒരു അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, ഈ ഒരു ലോകക്രമത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ക്രിസ്തുമസിനെ ധ്യാനിക്കേണ്ടതുണ്ട്. സഭാതലത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ വൈദികരും സന്യസ്തരും ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധങ്ങളായിട്ടുള്ള ഭീഷണികൾ നേരിടുകയും വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികളിൽ ഉൾപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ജനത്തിന് മുൻപ് ഏറെ വിശ്വാസമുണ്ടായിരുന്നത് സഭയിലും വൈദികരിലും അതുപോലുള്ള സ്ഥാനീയരിലുമായിരുന്നുവെങ്കിൽ ഇന്നൊരു പൊതുസമൂഹത്തെ എടുത്തു നോക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് വൈദികരോടും സഭയോടും ആത്മീയതയോടും തന്നെ പുച്ഛം വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നുള്ളൊരു സത്യമാണ്. ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൻ്റെ നടുവിൽ ദൈവവചനം പങ്കുവെക്കുന്ന വ്യക്തികളിൽ പോലും ജനത്തിന് വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുടെ നടുവിലാണ് ഈ വർഷത്തെ ക്രിസ്തുമസ് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്തുമസിൽ നമ്മൾ ദൈവവചനത്തിനായിട്ട് ധ്യാനിക്കുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? നമുക്ക് യേശുവിൻ്റെ ജനനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ക്രിസ്തുമസ് കാർഡുകൾ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഗ്രീറ്റിംഗ്സ് ഈ നാളുകളിൽ അയക്കുന്നത് കൊണ്ട് ചില വീടുകളിൽ വരുന്ന ചില ക്രിസ്തുമസ് കാർഡുകളിൽ യേശുവിൻ്റെ പുൽത്തൊഴുത്ത്, അതിനോട് ചേർന്നുള്ള മാതാവ് യൗസേപ്പ് പിതാവ്, ചില മാലാഖമാരുടെ സാന്നിധ്യം, ഇതൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് കാർഡ് ഈ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മാതാവിൻ്റെ മുഖത്ത് ഞാനൊന്ന് ശ്രദ്ധിച്ചു. വളരെ ശാന്തതയാണ് കാണുവാൻ സാധിക്കുക. യൗസേപ്പ് പിതാവിൻ്റെ മുഖത്ത് ശ്രദ്ധിച്ചു, അവിടെയും ശാന്തതയാണ് കാണുവാൻ സാധിക്കുക. അവിടെ ഉണ്ടായിരുന്ന മാലാഖമാരുടെ എല്ലാ മുഖത്ത് സന്തോഷമാണ്. ആട്ടിടയന്മാരുടെയും രാജാക്കന്മാരുടെയും എല്ലാ മുഖത്ത് തെളിഞ്ഞ പ്രകാശമാണ്. ക്രിസ്തുവിൻ്റെ മുഖത്ത് അതീവ ശോഭയാണ്. ആ ഒരു അന്തരീക്ഷമാണ് ഈ ക്രിസ്മസ് കാർഡുകളിൽ യേശുവിൻ്റെ പുൽക്കൂടും അതിനോടനുബന്ധിച്ചുള്ള അന്തരീക്ഷങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ആ സമയത്ത് ആ ഒരു പശ്ചാത്തലത്തെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ആ സമയത്തെ ആ രാജ്യത്തിൻ്റെ ഒരു സാഹചര്യത്തെ, ആ ദേശത്തിൻ്റെ ഒരു സാഹചര്യത്തെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഏതാണ്ട് 65,000-ഓളം ശിശുക്കൾ വധിക്കപ്പെടുന്ന ഒരന്തരീക്ഷത്തിൻ്റെ നടുവിലാണ് ഈ ഒരു ജനനം സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു ജനനത്തിൻ്റെ നടുവിലാണ് ഇവരുടെ മുഖത്ത് ഈ ഒരു ശാന്തത അനുഭവപ്പെടുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. സഹോദരങ്ങളെ, വലിയ ദുരന്തങ്ങൾ, വലിയ പ്രതിസന്ധികൾ ചുറ്റുപാടും നടക്കുന്നു. ഏത് നിമിഷവും മരണം വരെ സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിൻ്റെ നടുവിലാണ് ക്രിസ്തു ജനിച്ചിരിക്കുന്നത് എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ അതിൻ്റെ നടുവിലും ആ മാതാപിതാക്കളുടെയും ക്രിസ്തുവിൻ്റെയും മുഖത്തുള്ള ശാന്തതയും ശോഭയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ലോകത്ത് ജീവിക്കുന്ന നാം ഓരോരുത്തരും ഏതൊരു പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും, എത്ര പ്രശ്നസങ്കീർണമായ ലോകത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും, നമ്മുടെ മുഖത്ത് ഈ പ്രശ്നങ്ങളെ ബാധിക്കാത്ത ഒരു ശാന്തത കളിയാടണമെങ്കിൽ എന്താണ് അതിന് കാരണമായിരിക്കേണ്ടത്? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ക്രിസ്തുമസിൽ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. നിന്റെ ചുറ്റുപാടും എന്തൊക്കെ സംഭവിച്ചാലും, നിന്റെ ചുറ്റുപാടും തകർന്നു വീഴുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും, മരണം വരെ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന അനുഭവത്തിൻ്റെ നടുക്കാണ് നീ നിൽക്കുന്നതെങ്കിലും, നീയാകുന്ന നിന്റെ ഭവനമാകുന്ന പുൽത്തൊഴുത്തിൽ ക്രിസ്തു ഉണ്ട് എങ്കിൽ അവിടെ ശാന്തതയുണ്ടാകുമെന്നുള്ളതാണ്. ഈ വർഷത്തെ ക്രിസ്തുമസിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രധാനമായിട്ട് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം ഇതാണ്. നീയാകുന്ന പുൽത്തൊഴുത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ ശാന്തതയുണ്ടാകുമെന്നുള്ളതാണ്. ചുറ്റുപാടും മരണം വരാൻ സാധ്യതയുള്ള അന്തരീക്ഷമാണ്.
എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അന്തരീക്ഷമാണ്. എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള അന്തരീക്ഷത്തിൻ്റെ നടുവിലും നീയാകുന്ന പുൽക്കൂട്ടിൽ ക്രിസ്തു ഉണ്ട് എങ്കിൽ അവിടെ ശാന്തതയുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. യേശുവിൻ്റെ ജനന സമയത്ത് മാലാഖമാർ പങ്കുവെക്കുന്ന വലിയൊരു ആശംസ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ് ആ ഒരു ആശംസ കിടക്കുക. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ശാന്തിയും സന്തോഷവും സമാധാനവും ആശംസിക്കപ്പെടുമ്പോൾ അവിടെ ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കാണ് ഇത് കിട്ടുന്നതെന്ന് എടുത്ത് മാലാഖ പറയുന്നു. ശ്രദ്ധിക്കണം, അതാർക്കാണ്? ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ്. ദൈവപ്രസാദമുള്ള മനുഷ്യനാണ് നീയെങ്കിൽ നിന്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും, എത്ര കലുഷിതമായ ജീവിത സാഹചര്യങ്ങളുടെ നടുവിലാണ് നീ ജീവിക്കുന്നതെങ്കിലും, നീ ദൈവപ്രസാദമുള്ള മനുഷ്യനാണ് എങ്കിൽ, ദൈവ സാന്നിധ്യം ഉള്ളിൽ വിങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ നിന്റെ ജീവിതത്തിൽ ശാന്തതയുണ്ടാകുമെന്നുള്ളതാണ്. നിന്റെ കുടുംബത്തിൽ ശാന്തതയുണ്ടാകുമെന്നുള്ള, ചുറ്റുപാടും നിന്ന് കത്തുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിലും നിന്റെ ജീവിതത്തിൽ ശാന്തതയുണ്ടാകുമെന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ നാം കാണുന്ന വളരെ പ്രധാനപ്പെട്ട 3 വ്യക്തിത്വങ്ങളാണ് ശദ്രക്ക്, മേശക്ക്, അബേദനഗോവ് എന്ന് പറയുന്ന ബാലന്മാർ. ഈ ബാലന്മാരുടെ ഒരു വീരത്വം നമ്മൾ ദർശിക്കുന്നത് അഗ്നിജ്വാലയുടെ നടുവിലാണ്. ഇവരെ യഹോവയെ ആരാധിച്ചു എന്നുള്ള പേരിൽ അവരെ അഗ്നിജ്വാലയിൽ തള്ളിയിടുകയാണ് ചെയ്യുക രാജാവ്. ഇവരെ അഗ്നിജ്വാലയിൽ തള്ളിയിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നടക്കുന്ന ഒരു സംഭവം ഇതാണ്: ആ അഗ്നിജ്വാലയുടെ നടുവിൽ നിന്നുകൊണ്ട് ഈ ബാലന്മാർ നൃത്തം ചവിട്ടുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അഗ്നിജ്വാലയുടെ നടുവിൽ നിന്ന് നൃത്തം ചവിട്ടുക എന്ന് പറയുന്ന ഒരനുഭവം വളരെ ശ്രദ്ധേയമായ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ഒരു ജീവിതാനുഭവമാണ് ഈ ഒരു അനുഭവം എന്ന് നമ്മൾ തിരിച്ചറിയണം. നൃത്തം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമാണ്, ആഘോഷത്തിൻ്റെ ഒരു പ്രകടനമാണ്, ആനന്ദത്തിൻ്റെ ഒരു പ്രകടനമാണ് നൃത്തച്ചുവടുകളായി മാറുക. സഹോദരങ്ങളെ, അപ്പോൾ ഈ തീച്ചൂളയുടെ നടുവിൽ ഈ ബാലന്മാർ ആനന്ദം അനുഭവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവരുടെ നൃത്തച്ചുവടുകൾ. അതുപോലെ തന്നെ മനസ്സിന് ശാന്തതയുള്ളപ്പോഴാണ് ഒരു വ്യക്തിക്ക് നൃത്തം ചവിട്ടുവാനായിട്ട് കഴിയുന്നത്. മനസ്സിൻ്റെ ശാന്തതയാണ് നൃത്തച്ചുവടുകളായി മാറുക. ആ ശാന്തത അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ നൃത്തം ചവിട്ടാനായിട്ട് അവർക്ക് സാധിച്ചത്. സഹോദരങ്ങളെ, ഇതേ ശാന്തതയാണ് ആ പുൽത്തൊഴുത്തിൽ നമുക്ക് കാണുന്നത്. ചുറ്റും തീയാണ്, നിൽക്കുന്നത് തന്നെ തീയിലാണ്. ഏത് നിമിഷവും കത്തിയമരാം, ഏത് നിമിഷവും എന്ത് വെണ്ണീറാകാം, ഏത് നിമിഷവും രാജാവിൻ്റെ ഭടന്മാരുടെ കുന്തമുനകൾ തങ്ങളെ തേടി കടന്നു വരാം. ഏത് നിമിഷവും രാജാവിൻ്റെ ഉറയിൽ കിടക്കുന്ന വാൾ കൊണ്ട് എൻ്റെ കഴുത്തറുത്തു മാറ്റാം. പക്ഷേ ആ സമയത്തും ശാന്തമായി ശോഭയോടെ മറ്റുള്ളവർക്ക് പ്രകാശം പകർന്ന് നടക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹത്തെയാണ് പുൽത്തൊഴുത്തിൽ നമ്മൾ ദർശിക്കുന്നത് എന്നുള്ളതാണ്. ഇതേ അനുഭവത്തിലേക്ക് വരാനുള്ളൊരു വിളിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുക. ചുറ്റുപാടുമുള്ള തീയെ മാറിയിട്ടൊരു ക്രിസ്തുമസ് നീ ഒരിക്കലും ആഘോഷിക്കില്ല സഹോദര. നിന്റെ ജീവിതത്തിലെ വേദനകൾ മാറിയിട്ടൊരു ക്രിസ്തുമസ് ഈ ലോകത്തിൽ നിനക്കുണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട, ഈ ജീവിതത്തിൽ നിനക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പ്രത്യേകിച്ച് വരും വർഷങ്ങളിലുള്ള ക്രിസ്തുമസുകൾ കൂടുതൽ കലുഷിതമായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. ഒരുപക്ഷെ ശാന്തമായി ക്രിസ്തുമസ് ആഘോഷിക്കാൻ പോലും കഴിയുമോ എന്നറിയില്ല. എങ്കിലും നിന്റെ ഉള്ളിൽ ദൈവപ്രസാദമുണ്ട് എങ്കിൽ അവിടെ നിനക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. തീയില്ലാത്ത ക്രിസ്തുമസ് അല്ല, തീയുടെ നടുവിൽ സമാധാനം അനുഭവിക്കുന്ന ഒരു ക്രിസ്തുമസിൻ്റെ സന്ദേശത്തിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ക്ഷണിക്കുന്നത് എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് ഈ ക്രിസ്തുമസ് നൽകുന്ന മറ്റൊരു സന്ദേശമുണ്ട്. ഈ തീയുടെ നടുവിലും ക്രിസ്തു പരത്തുന്ന ഒരു സുവിശേഷത്തിൻ്റെ തിരിയുണ്ട്, ക്രിസ്തു കത്തിക്കുന്ന ഒരു സുവിശേഷത്തിൻ്റെ തിരിയുണ്ട്. ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു അനുഭവമാണ്. സഹോദരങ്ങളെ, യാതൊരു തരത്തിലും ഒരു സുവിശേഷത്തെ പ്രസംഗിക്കാനുള്ള സാഹചര്യത്തിലല്ല യേശു ഇരിക്കുന്നത്. ഒരു പുൽക്കൂട്ടിലാണ് അവൻ ഇരിക്കുന്നത്. ആ പുൽക്കൂട്ടിൽ അവൻ കിടക്കുന്നു എന്നുള്ളത് തന്നെ, അവനൊരു ശിശുവായി കിടക്കുന്നു എന്നുള്ളത് തന്നെ. പക്ഷേ താൻ ശിശുവായി കിടക്കുമ്പോഴും അവിടെ സുവിശേഷത്തിൻ്റെ വലിയൊരു പ്രഖ്യാപനം നടക്കുന്നുണ്ട് എന്നുള്ള സന്ദേശമാണ്. അവിടെ ആട്ടിടയന്മാരുടെ അടുക്കൽ മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. രാജാക്കന്മാർക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുകയാണ്. ഇവരെല്ലാവരും യേശുവിനെ വന്ന് കാണുകയാണ്. കണ്ടോ, ലോകം മുഴുവൻ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ആ ജീവൻ്റെ സുവിശേഷത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സുവിശേഷത്തിൻ്റെ തിരിതെളിക്കുന്നത്, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ആരും അറിയാത്ത ഒരൊറ്റപ്പെട്ട ഒരു ഏകാന്തതയുടെ അല്ലെങ്കിൽ ഒരു പുൽത്തൊഴുത്തിൻ്റെ, ഒരു കാലിത്തൊഴുത്തിൻ്റെ ഒരു മൂലയ്ക്കാണെന്നുള്ളത് തിരിച്ചറിയണം. സഹോദരങ്ങളെ, സുവിശേഷത്തിൻ്റെ പ്രഘോഷണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആരംഭിക്കുന്നത് ഏതെങ്കിലും മുക്കിൽ നിന്നോ, ഏതെങ്കിലും മൂലയിൽ നിന്നോ, ഏതെങ്കിലും ഒരു കോണിൽ നിന്നോ ആയിരിക്കാം.
നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നത് പലരിൽ നിന്നുമാണ്. രാജകൊട്ടാരങ്ങളിൽ നിന്ന് നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ സുവിശേഷം ചില വ്യക്തികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ തള്ളപ്പെട്ട, അവഗണിക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നതായിരിക്കാം ഒരുപക്ഷെ അനേകരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സുവിശേഷത്തിൻ്റെ വെളിച്ചം എന്നുള്ള സന്ദേശമാണ്. ആകയാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ ഇതാണ്. നീ തളർന്നു കിടക്കുന്നവനാണോ? നീ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒളിച്ചു കിടക്കുന്നവനാണോ? നീ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒളിഞ്ഞു കിടക്കുന്നവനാണോ? നിന്നിൽ നിന്ന് സുവിശേഷത്തിൻ്റെ തിരികെത്തിക്കാൻ ശക്തനായ ഒരു കർത്താവാണ് ഈ ക്രിസ്തുമസിൽ നിന്റെ ഭവനത്തിൽ പിറക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ദരിദ്രന്മാർക്ക് ഏറെ ആനന്ദിക്കാനുള്ള ദിവസമാണ് ക്രിസ്മസ്. അവഗണിക്കപ്പെട്ടവർക്ക് ഏറെ സന്തോഷിക്കാനുള്ള അനുഭവമാണ് ക്രിസ്മസ്. തള്ളപ്പെട്ടവർക്കും ഒറ്റപ്പെട്ടവർക്കും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവർക്കും ഉള്ളു തുറന്ന് ചിരിക്കാനുള്ള അനുഭവമാണ് ക്രിസ്മസ്. ഈ വചനം ഇന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വർഷങ്ങളായി ചിരിക്കാത്ത ചില ജീവിതങ്ങൾ ഉണ്ടാകാം. വർഷങ്ങളായി മനസ്സ് തളർന്നും തകർന്നും കിടക്കുന്ന ചില ജീവിതങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സന്തോഷിക്കാൻ വിളിക്കുക. അട്ടിടയന്മാർക്ക് ലഭിച്ചതുപോലെയുള്ളൊരു വിളിയ. കാരണം അവഗണിക്കപ്പെട്ടവർക്കുള്ള സന്ദേശമാണ് ക്രിസ്മസ്. തള്ളപ്പെട്ടവർക്കുള്ള സുവിശേഷമാണ് ക്രിസ്മസ്. കണ്ടോ, ഈ ക്രിസ്തുമസിൽ ഈ സുവിശേഷത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ തിരികൊളുത്താൻ അതിനുള്ള കൃപ ലഭിച്ചത്, അതിനുള്ള അനുഗ്രഹം ലഭിച്ചത് പാവപ്പെട്ട ചില ആട്ടിടയന്മാർക്കാണെന്ന് തിരിച്ചറിയണം. എത്രയോ സ്നേഹത്തിൻ്റെ ഒരു തലമാണിത്, എത്രയോ ആഴമുള്ള. ഇതിൽ പരം എങ്ങനെയാണ് ക്രിസ്തു തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തേണ്ടത്? ഇത്രമേൽ അവൻ ചുരുങ്ങിയല്ലോ. കണ്ടോ, സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവൻ, ഒറ്റ വാക്കാൽ ഉരുവാക്കിയവൻ, ഓരോ നിമിഷവും ഉള്ളംകൈയിൽ പരിപാലിക്കുന്നവൻ, ഒരു ശിശുവിനെ പോലെ അത്രത്തോളം ചെറുതായി ഒരു വീടിൻ്റെ മൂലയ്ക്കൊതുങ്ങി തന്നുകൊണ്ട് അവൻ നിന്നോട് പറയുകയാണ്, മകനെ, മകളെ, നീ ഇതുപോലെ ഒരു മൂലയിൽ ഒതുക്കപ്പെട്ടവനാണോ? നീ എത്രമാത്രം മൂലയിൽ ഒതുക്കപ്പെട്ടാലും ഒരു പുൽത്തൊഴുത്തിൻ്റെ ഒരു കച്ചികളിടുന്ന കുഴിയിൽ നിന്നെ ഒതുക്കുന്നില്ലല്ലോ ആരും. അത്രമാത്രം നീ ഒതുങ്ങിക്കിടക്കുന്ന വ്യക്തിയാണെങ്കിലും ഇതാ നിനക്കുള്ള സന്ദേശമാണ് ക്രിസ്മസ് എന്നുള്ള സന്ദേശമാണ്. നിന്നെ കർത്താവ് വിളിക്കുകയാണ് ക്രിസ്മസിൻ്റെ തിരി തെളിക്കാൻ, സുവിശേഷത്തിൻ്റെ തിരി തെളിക്കാൻ. കണ്ടോ, വലിയ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ ആരംഭം എന്നുള്ളത് തിരിച്ചറിയണം. പ്രതിസന്ധിയുള്ളിടത്ത് സുവിശേഷത്തിന് ഒരു സാധ്യതയുണ്ടെന്നുള്ള സന്ദേശമാണ്. ഏത് പ്രതിസന്ധിയും സുവിശേഷത്തിലേക്കുള്ള ഒരു വിളിയാണ്. ഏതൊരു സഹനവും ഏതൊരു തകർച്ചയും സുവിശേഷത്തിനുള്ള മെഴുകുതിരിവട്ടമാണെന്ന് തിരിച്ചറിയാനുള്ള സന്ദേശമാണ്. അവിടെ ശോഭ പരത്തുന്ന അനുഭവം. ജനിച്ചു കിടക്കുന്ന ശിശുവിന് പോലും അനേകരെ പിതാവിലേക്ക് നയിക്കാൻ കഴിയുന്നു എന്നുള്ള സന്ദേശമാണ്. പിറന്നു കിടക്കുന്ന ഒരു സാധാരണ ശിശുവിന് പോലും ദൈവസ്നേഹത്തെ പകർന്നു കൊടുക്കാൻ കഴിയുന്നു എന്നുള്ള സന്ദേശമാണ്. സഹോദരങ്ങളെ, അതാണ് യഥാർത്ഥ ദൈവാനുഭവം എന്ന് പറയുന്നത്. അവിടെ കിടക്കുന്ന ശിശുവിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. അവൻ ഒന്നും പ്രസംഗിക്കുന്നില്ല, അവൻ ഒരു വചനവും പറയുന്നില്ല. പക്ഷേ അവഗണിക്കപ്പെട്ടവരായ ആട്ടിടയന്മാർക്ക് ഇവൻ്റെ മുഖം പ്രത്യാശയുടെ വെളിച്ചമായി മാറി എന്നുള്ളതാണ്. ഒന്നും പ്രസംഗിക്കണ്ട, നീ ഒന്നും പറയണ്ട, ഒരുപാട് വാചക കസർത്തുകൾ നീ നടത്തണ്ട. മറിച്ച് ക്രിസ്തു നിന്റെ ജീവിതത്തിൽ, നിന്റെ പുൽത്തൊഴുത്തിലുണ്ട് എങ്കിൽ നിന്റെ മുഖം കണ്ടാൽ മതി, അനേകർ ദൈവസ്നേഹാനുഭവത്തിലേക്ക് കടന്നു വരും. അതിനുള്ളൊരു വിളിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ നൽകുവാൻ ആഗ്രഹിക്കുക. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ വിളി നമുക്കിന്ന് സ്വീകരിക്കാം. കർത്താവാണ് ഈ വർഷത്തെ ക്രിസ്മസ് എനിക്കായി ഒരുക്കി തന്നിരിക്കുന്നത്. ഈ വർഷം അനേക പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ലോകം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ഈ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് നീ ദൈവപ്രസാദമുള്ള മനുഷ്യനായി രൂപാന്തരപ്പെട്ട് അനേകർക്ക് ഈ വെളിച്ചത്തെ പകർന്നു കൊടുക്കാൻ കഴിയണമെന്നുള്ളതാണ്. തീയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ശാന്തതയോടെ കൈകാര്യം ചെയ്യാനുള്ള മനോഭാവം, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള മനോഭാവം, അതിനുള്ള വിളിയാണ് ഈ വർഷത്തെ ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത്. മനസ്സ് തുറന്ന് സ്വീകരിക്കാം, ആനന്ദിക്കാം, ഒന്ന് ചിരിക്കാം. ഇതാ തീയുടെ നടുവിൽ നിന്നുകൊണ്ട് ചിരിക്കാം. നമുക്ക് പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ചിരിക്കാം. ഈ ലോകത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും, തകർന്നടിഞ്ഞു വീഴാലും, ഇതല്ല എൻ്റെ ലോകം. എനിക്കായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യലോകമുണ്ട്, ഒരു നിത്യരാജ്യമുണ്ട്. ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് അതിനെ നമുക്ക് സ്വീകരിക്കാം. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആനന്ദമായി മാറട്ടെ, അത് നമ്മുടെ മുഖത്തിന് പുഞ്ചിരിയായി മാറട്ടെ, അത് നമ്മുടെ സമാധാനമായി മാറട്ടെ, അത് നമ്മുടെ സന്തോഷവും ശാന്തിയുമായി മാറട്ടെ. അവിടെയാണ് ക്രിസ്മസിൻ്റെ അർത്ഥം അന്വർത്ഥമാകുന്നതെന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് തിരിച്ചറിയാം.
നമുക്കറിയാം. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഇന്ന് അവൻ നമ്മോട് സംസാരിച്ചു. പ്രത്യാശയുടെ വലിയൊരു സന്ദേശം, ഉള്ളു തുറക്കുന്ന സന്ദേശം, തീയുടെ നടുവിൽ എത്രമാത്രം ശാന്തതയോടെ നിൽക്കണമെന്നുള്ള സന്ദേശം, ആ തീയുടെ നടുവിൽ നിൽക്കുമ്പോഴും സുവിശേഷത്തെ എങ്ങനെ പ്രചരിപ്പിക്കാമെന്നുള്ള സന്ദേശം കർത്താവ് നമുക്ക് തന്നു കഴിഞ്ഞു. ഇത് ആ സന്ദേശത്തെ നമുക്ക് ശിരസാവഹിക്കാം. പ്രതിസന്ധി നിറഞ്ഞ ലോകത്തിലേക്ക്, തകർച്ചയും മാന്യവും നിറഞ്ഞ ലോകത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം യേശുവിനെ പോലെ ആ വെളിച്ചത്തിൻ്റെ അനുഭവവുമായിട്ട്. ആട്ടിടയന്മാർക്ക് ലഭിച്ച ആ പ്രത്യാശ നമുക്ക് ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഏൽപ്പിച്ചു തരുന്നു ഞങ്ങളുടെ ജീവിതത്തെ. അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ. തകർന്നു കിടക്കുന്നവരാണ്, ഒറ്റപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമാണ് ഞങ്ങൾ, എല്ലാവരാലും തള്ളപ്പെട്ടവരാണ് ഞങ്ങൾ. നാഥ, ഇത് ഞങ്ങളുടെ ഉത്സവമാണല്ലോ. ഈ ക്രിസ്മസ് ഞങ്ങളുടെ ഉത്സവമാണല്ലോ. നാഥ, ചുറ്റും പ്രതിസന്ധികളാണ്, ചുറ്റും തീയാണ്. എന്നാൽ അങ്ങയിലുള്ള വിശ്വാസത്തിൽ, ഞങ്ങളുടെ പുൽത്തൊഴുത്തിൽ അങ്ങ് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ, ഞങ്ങളുടെ ജീവിതമാകുന്ന കാലിത്തൊഴുത്തിൽ അങ്ങ് പിറന്നിരിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസത്തിൽ ശാന്തതയോടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ, ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ സഹായിക്കണം, ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ.